ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേട്ടറ്റ് എക്സാം വരികയാണ്. നമ്മൾ അവസാന സമയത്താണ് നമ്മൾ പഠനം കുറച്ചുകൂടി ഊർജിതമായി ചെയ്യാറുള്ളത്. മാത്രമല്ല, എക്സാമിൽ നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്ന ഭാഗം അത് സൈക്കോളജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി സബ്ജക്റ്റിൽ നമ്മൾ പുലികളാണെങ്കിലും സൈക്കോളജി ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലം നോക്കാത്തതായിരിക്കും. ചിലപ്പോൾ നോക്കിയാൽ തന്നെ നമ്മൾ കണ്ടൻ്റൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ചിലപ്പോൾ MCQയിൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് തന്നാൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാക്സിമം PYQ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം PYQ ചെയ്യുന്നോ അത്രത്തോളം എക്സാമിൽ മാർക്ക് വാങ്ങാം. ഒരു 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ പരമാവധി ഒരു 25-ന് മുകളിൽ മാർക്ക് ലഭിച്ചാൽ തീർച്ചയായും നമുക്ക് കേട്ടറ്റ് എക്സാമിന് നല്ലൊരു റിസൾട്ടോടെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പാസ്സാവാം. ഇപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് വർഷം എഴുതിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കേട്ടറ്റ് എക്സാം വിജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാരം നമ്മൾ ഏറ്റവും കൂടുതൽ PYQ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, PYQസിൻ്റെ ഒരു സെഷൻസ് ആണ്. കറക്റ്റ് വൺ അക്കോർഡിംഗ് ടു സ്കിന്നർ. അപ്പോൾ സ്കിന്നറെ നമുക്കറിയാം. സ്കിന്നറുടെ അഭിപ്രായത്തിൽ ഏതാണ് ശരി? പണിഷ്മെൻറ്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. പണിഷ്മെൻറ്റ് അതായത് ശിക്ഷാ നടപടികൾ ഒരാളുടെ സ്വഭാവത്തെ സ്ട്രെങ്തൻ ചെയ്യും. പണിഷ്മെൻറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ആർ ദ സെയിം. പണിഷ്മെൻറ്റും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റും തുല്യമാണ്. പ്രബലനവും അതുപോലെ ശിക്ഷയൊക്കെ തുല്യമാണ്, ഈക്വലാണ്. ബിഹേവിയർ കാൻ ബി മോഡിഫൈഡ്. ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ബിഹേവിയർ ഈസ് ഇന്നേറ്റ്. ബിഹേവിയർ ഒരാളുടെ ഇന്നേറ്റ് കഴിവാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി? പണിഷ്മെൻറ്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. ഏതാണ് ശരി? പണിഷ്മെൻറ്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് പണിഷ്മെൻറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ആർ ദ സെയിം ആണോ? ശിക്ഷയും റീഇൻഫോഴ്സ്മെൻറ്റും സെയിം ആണോ? അല്ല, സെയിം അല്ല. അതുപോലെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ പറ്റില്ലേ? അതാണല്ലോ ബിഹേവിയറിസ്റ്റുകളുടെ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് കണ്ടീഷനിങ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ്. ഏത് മാത്രമേ ശരിയുള്ളൂ? പണിഷ്മെൻറ്റ് ക്യാൻ സ്ട്രെങ്തൻ ദ ബിഹേവിയർ. ഇവിടെ ശ്രദ്ധിക്കുക, ധനപ്രബലനം അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാ പറയാം. അതുപോലെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് എന്ത്? ഋണപ്രബലനം. ഓക്കെ. അതുപോലെ പ്രബലനത്തിൽ ഉൾപ്പെട്ടത് തന്നെയാണ് ഇത് റിവാർഡ്സും അതുപോലെ പണിഷ്മെൻറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. റീഇൻഫോഴ്സ്മെൻറ്റിൽ പെട്ടതാണ്. റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്, അതിൽ ഉൾപ്പെട്ടതാണ് എന്ത്? ഈ ഒന്ന് സമ്മാനം, മറ്റൊന്ന് ശിക്ഷ. ഓക്കെ. അടുത്ത ചോദ്യം. ശ്രുതി ഈസ് ആൻ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ്. ശ്രുതി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഷീ ഹാസ് വെരി ഹൈ അച്ചീവ്മെൻറ്റ് സ്കോർ, ഹൈ ഇൻ ഓൾ സബ്ജക്ട് എക്സെപ്റ്റ് മാത്തമാറ്റിക്സ്. ശ്രുതിക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്കാണ്. ഏതിൽ മാത്രം കുറവാണ്? മാത്തമാറ്റിക്സിൽ കുറവാണ്. ഷീ ഹാസ് സം പെർട്ടിക്കുലർ ഡിഫിക്കൽട്ടി ഇൻ ഡൂയിങ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ശ്രുതിക്ക് അഡിഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ ചെറിയ ബേസിക് കാൽക്കുലേഷൻ ആണ്, അതിലാണ് പ്രശ്നമുള്ളത്. ഹിയർ വി ക്യാൻ അസ്യൂം ദാറ്റ് ഷീ ഈസ് ഹാവിങ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് എല്ലാ വിഷയത്തിലും ഉഷാറായ ഒരു കുട്ടി അല്ലെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി തീർച്ചയായും മാത്തമാറ്റിക്സിൽ ബേസിക് കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇവൾക്ക് ആ പ്രയാസമുണ്ടെങ്കിൽ അവൾക്ക് എന്തുണ്ട്? ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ഏതായിരിക്കും? ഡിസ്കാൽക്കുലിയ. ഏതാണ്? ഡിസ്കാൽക്കുലിയ. അത് മനസ്സിലാക്കുക കേട്ടോ. പഠിക്കാത്തത് കൊണ്ടല്ല. പഠിക്കാത്തവരാണെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലൊന്നും ബെസ്റ്റ് മാർക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് വൺ ഫോർ ECCE. അല്ലേ, ECCൻ്റെ ഫുൾ ഫോം എന്താണ്? അത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. എന്താണ്? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം. ദ നെയിം വില്യം സ്റ്റേൺ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്. അല്ലേ, വില്യം സ്റ്റേണുമായി ബന്ധപ്പെട്ട് ആരാണ് വില്യം സ്റ്റേൺ? നമുക്ക് നോക്കാം ആരാണ് വില്യം സ്റ്റേൺ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടത് എമോഷണൽ കോഷ്യൻ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഇൻ്റലിജൻറ്റ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് കോഷ്യൻ. അല്ലേ, IQയുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, IQ. നമുക്കറിയാം ഇമോഷണൽ കോഷ്യൻ നമ്മൾ പല ക്വസ്റ്റ്യനിലും വന്നതാണ്. അല്ലേ, വൈകാരിക ബുദ്ധി. അതാണ് ഇൻ്റലിജൻറ്റ് കോഷ്യനേക്കാൾ ഒരാൾക്ക് വേണ്ടത്, ജീവിത വിജയത്തിന് വേണ്ടത് ഇമോഷണൽ കോഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ. ഗോൾമാനൊക്കെ അതിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് നോക്കാം. ബുദ്ധിശക്തി അളക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് ബിനെയാണ് കേട്ടോ. ആദ്യ ശ്രമം നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് എന്താണ്? ഫാദർ ഓഫ് ഇൻ്റലിജൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. എന്നാൽ IQ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ആളാണ് ആര്?
ഈ ആശയം ആദ്യമായി വില്യം സ്റ്റേൺ. അതുകൊണ്ടാണ് വില്യം സ്റ്റേണിന് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി വന്നത്. അതുപോലെ ഇവർ ആദ്യമായിട്ട് ബിനെയും അതുപോലെ തന്നെ സൈമൺ ഇവർ ഒരു ടെസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇൻ്റലിജൻറ്റ് ടെസ്റ്റിൻ്റെ പേരാണെന്ത്? ബിനെ സൈമൺ ടെസ്റ്റ്. എന്താണ്? ബിനെ സൈമൺ ടെസ്റ്റ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ ഹൗ മെനി പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആർ ദർ? ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഓപ്ഷൻ നോക്കൂ, 5, 6, 7, 8. ഓപ്ഷനായിട്ട് ഇതിൽ വന്നിട്ടുള്ളത് സി ആണ് കേട്ടോ ഓപ്ഷൻ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്കറിയാം 9 പ്രൈമറി ഘടകങ്ങളുണ്ട്, അതായത് പ്രൈമറി ഫാക്ടേഴ്സ് 9 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? വിഷ്വൽ ഫാക്ടർ, പെർപെച്വൽ ഫാക്ടർ, വെർബൽ കോംപ്രഹെൻഷൻ ഫാക്ടർ, ന്യൂമറിക് ഫാക്ടർ, മെമ്മറി ഫാക്ടർ, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ, ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ, ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഫാക്ടർ. ഇത്രയും 9 എണ്ണം ഉണ്ട്. പക്ഷേ ഓപ്ഷനിൽ വന്നിട്ടുള്ളത് എ എന്നല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എക്സാമിന് വരുമ്പോൾ 9 എന്ന് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? 9 കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള സിദ്ധാന്തം, തിയറീസ്. അതിൽ യൂണിറ്ററി തിയറി അല്ലെ മൊണാർക്കിക് തിയറി ഒരു തിയറി അതല്ലേ. അതുപോലെ മെൻ്റൽ ഫാക്കൽറ്റി തിയറി. മൂന്നാമത്തെ തിയറിയാണ് 2 ഫാക്ടർ തിയറി. ഇത് എക്സാമിന് വരുന്നതാണ് കേട്ടോ. 2 ഫാക്ടർ തിയറി ആരുടേതാണ്? ദ്വിഘടക സിദ്ധാന്തം, ചാൾസ് പിയർമാൻ. ഈ വേർഡ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തോണ്ടയ്ക്കാണ് ഇത് മൾട്ടി ഫാക്ടർ തിയറി. തേഴ്സ്ഡൺ ഇപ്പം നമ്മൾ പറഞ്ഞ 9 പ്രൈമറി ഘടകങ്ങളുള്ളതാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി. മനസ്സിൽ വെക്കുക, ഗ്രൂപ്പ് ഫാക്ടർ തിയറി. അതുപോലെ JP ഗിൽഫോർഡിൻ്റെതാണ് 3 ഫേസസ് തിയറി, ത്രിമുഖ സിദ്ധാന്തം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ത്രിമുഖ സിദ്ധാന്തവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ഈസ് എ പ്രോഗ്രാം ഡിസൈനഡ് ഫോർ. ഓക്കെ, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ ആർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്? ആർക്കാണ്? ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലേ, ബുദ്ധിപരമായിട്ട് ഉയർന്ന ഇൻ്റലക്ച്വലി ഗിഫ്റ്റഡ് എന്ന് നമ്മൾ പറയില്ല, അവർക്കുള്ളതാണ് എന്ത്? ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ. ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ ഗിഫ്റ്റഡ് ആയ കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂൾ കൊടുക്കാം, എബിലിറ്റി ഗ്രൂപ്പിംഗ് നടത്താം, ആക്സിലറേഷൻ അല്ലെ ഡബിൾ പ്രൊമോഷൻ, അവർക്ക് ഡബിൾ പ്രൊമോഷൻ കൊടുക്കാം അല്ലേ. അതുപോലെ ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ, ഇതാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത്. അതുപോലെ സമ്മർ സ്കൂൾ കൊടുക്കാം. അതുപോലെ എൻറിച്ച്മെന്റ് പ്രോഗ്രാമുകൾ നടത്താം. എന്തൊക്കെ? സ്പെഷ്യൽ അസൈൻമെന്റ് കൊടുക്കാം. അതുപോലെ ഇൻഡിപെൻഡന്റ് ഒബ്ജക്ട്സ്, പാനൽ ഡിസ്കഷൻസ്, ഓർഗനൈസിങ് സെമിനാർ ആൻഡ് വർക്ക്ഷോപ്പ്, അതുപോലെ പിയർ ട്യൂട്ടറിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇതിൽ ഈ ക്വസ്റ്റ്യനാണ് ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ. അതായത് ഇവരുടെ ക്രിയേറ്റിവിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ ഇൻ്റലിജൻസ്, ഇതൊക്കെ എന്ത് ഫോസ്റ്റർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് എന്ത്? ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ. ഓക്കെ, അടുത്ത ചോദ്യം, പിയാഷെ യൂസ്ഡ് ദ ടേം സ്കീമാറ്റ ടു റെഫർ ടു ദ കോഗ്നിറ്റീവ് സ്ട്രക്ചർ അണ്ടർലൈയിങ് ഓർഗനൈസ്ഡ് പാറ്റേൺസ് ഓഫ്. അപ്പോൾ പിയാഷെ യൂസ് ചെയ്തൊരു വേർഡാണ് സ്കീമാറ്റ. അപ്പോൾ ഇതെന്ത്? കോഗ്നിറ്റീവ് സ്ട്രക്ചറിൻ്റെ എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം നോക്കാം. കോൾബർഗ് പ്രൊപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ്. കോൾബർഗിൻ്റെ തിയറിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ ഡെവലപ്മെൻറ്റ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്. ഉത്തരം ഏതാണ്? മോറൽ ഡെവലപ്മെൻറ്റ് അല്ലേ. നമ്മുടെ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കോമ്പിനേഷൻ ഫ്രം ദ ലിസ്റ്റ് ഫോർ ടീച്ചർ മെച്യൂരിറ്റി. ടീച്ചർ മെച്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കറക്റ്റ് ഓപ്ഷനാണ്. അതായത് ഒരു ടീച്ചർക്ക് ഉണ്ടാവേണ്ട മെച്യൂരിറ്റി ഏതാണ് ഇതിൽ കറക്റ്റ് വരുന്നത്? നമുക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം സി ആണ് കേട്ടോ. ഒരു ടീച്ചർ തീർച്ചയായും എന്തായിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ സൂപ്പർ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഹയർ ലെവൽ, അതെന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുക. അതായത് ഒരു ടീച്ചറായിരിക്കും ക്ലാസ്സിൽ ഹയർ ലെവൽ ഉണ്ടാവുക. അതുപോലെ ഡീപ്പ് ഇൻട്രസ്റ്റ്, കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരിക്കണം. ലോങ് ടൈം പേഴ്സ്പെക്റ്റീവ്, ഇതൊക്കെ തീർച്ചയായും ഒരു ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട കഴിവാണ്. ഇവിടെ മുകളിൽ നോക്കൂ, എന്തുകൊണ്ട് ഇത് ഈ ഓപ്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല? ലിമിറ്റഡ് ബിഹേവിയർ, അത് മതിയാവുമോ? പറ്റില്ല. ഓക്കെ, അതല്ല മറ്റുള്ളതിൽ നോക്കൂ, ലിമിറ്റഡ് ബിഹേവിയർ, ഇതിൽ പറ്റില്ല. അതിലത്തെ പാസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും ടീച്ചർക്ക് പറ്റൂല. ആക്റ്റീവ് ആയിരിക്കണം അല്ലേ. പ്രോ ആക്റ്റീവ് എന്ന് പറയാം. പ്രോ ആക്റ്റീവ് ആകുമ്പോൾ അതാണ് ഏറ്റവും നല്ല രീതിയിൽ. അതായത് റിയാക്റ്റീവ് ആവുന്നതിനും അപ്പുറം എന്ത് ചെയ്യുക? പ്രോ ആക്റ്റീവായി മാറുക.
അടുത്ത ചോദ്യം, യു ലുക്ക് അറ്റ് ദ പിക്ചർ ഫോർ എ സെവറൽ സെക്കൻഡ്സ് ആൻഡ് ദെൻ ക്ലോസ് യുവർ ഐസ്. നമ്മൾ ഒരു പിക്ചർ കുറേ നേരത്തേക്ക് നോക്കുന്നു, എന്നിട്ട് നമ്മൾ കണ്ണ് പൂട്ടുന്നു. യു അറ്റംപ്റ്റഡ് ടു വിഷ്വലൈസ് ദ പിക്ചർ ഓഫ് ദാറ്റ് യു വ്യൂഡ്. ഹിയർ യു ട്രൈ ടു യൂട്ടിലൈസ് ദ വിഷ്വൽ സെൻസറി മെമ്മറി വിച്ച് ഈസ് നെയ്മഡ് ആസ്. നമ്മളൊരു പിക്ചർ നോക്കുന്നു, കുറച്ച് നേരം നോക്കിയിട്ട് നമ്മൾ കണ്ണ് പൂട്ടുന്നു, എന്നിട്ട് നമ്മളെ മനസ്സിൽ ആ പിക്ചർ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏത് മെമ്മറിയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്? എക്കോയിക് മെമ്മറി, ഐക്കോണിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി, ലോങ് ടേം മെമ്മറി. ഏത് മെമ്മറി ആയിരിക്കും? ഉത്തരം ഐക്കോണിക് മെമ്മറിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മെമ്മറി നോക്കാം. സെമാൻറ്റിക് മെമ്മറി എന്നുള്ള മറ്റൊരു വേർഡ് കണ്ടില്ലേ? സെമാനിക് മെമ്മറി എന്ന് പറഞ്ഞാൽ പുനരുപയോഗത്തിന് വേണ്ടി ആവശ്യമായ വിവരങ്ങൾ, പദങ്ങൾ, ആശയങ്ങൾ എന്നിവ ഓർത്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സെമാൻറ്റിക് മെമ്മറി എന്ന് പറയാം കേട്ടോ. അതുപോലെ ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം. നമുക്കറിയാം ഷോർട്ട് ടേം നമ്മളൊരു ഫോൺ നമ്പർ കാണുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഫോൺ നമ്പർ വരുന്നു അല്ലേ? അത് നമുക്ക് എന്ത് പറയാം? ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയാം. ഷോർട്ട് ടൈം മെമ്മറി. ഇനി നമ്മൾ ആ ഫോൺ നമ്പർ എന്ത് ചെയ്യുന്നു? വിളിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഷോർട്ട് ടൈം മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യും? അത് അല്ലേ, നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ഈ നമ്പർ പിന്നീട് നമ്മൾ ഓർത്ത് വെക്കുക, പിന്നീട് മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓർത്ത് വെക്കുമ്പോൾ അപ്പോഴാണ് നമ്മളത് എങ്ങോട്ട് മാറ്റുന്നത്? ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റുന്നത്. ഇതാണ് മെമ്മറിയെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു ചില മെമ്മറികളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ദ ബെസ്റ്റ് റെമഡി ഓഫ് ദ സ്റ്റുഡൻസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു ലേണിംഗ്. അപ്പോൾ കുട്ടികളുടെ ലേണിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിന് ഏറ്റവും നല്ല പരിഹാരം താഴെ പറയുന്നതിൽ ഏതാണ്? സജഷൻ ഫോർ ഹാർഡ് വർക്ക്, സൂപ്പർവൈസ്ഡ് സ്റ്റഡി ഇൻ ലൈബ്രറി, സജഷൻ ഫോർ പ്രൈവറ്റ് ട്യൂഷൻ, ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. ഏതാണ് ഏറ്റവും നല്ലത്? നമ്മളൊരു അധ്യാപകനാണെന്ന നിലക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടീച്ചിങ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനെ പഠിപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? ഡയഗ്നോസ്റ്റിക് ടീച്ചിങ് എന്ന് പറയാം. അടുത്ത ചോദ്യം, ദ തേർഡ് സ്റ്റേജ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് അല്ലേ? ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഒരു 4 സ്റ്റേജുകളുണ്ട് അതിൽ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ തിങ്കിങ്, ഇൻക്യുബേഷൻ, ഇല്യൂമിനേഷൻ, വേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഏതാണ് ഉത്തരം? ഇല്ലൂമിനേഷൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞില്ലേ 4 സ്റ്റേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷൻ ആണ്. ഏതാണ്? പ്രിപ്പറേഷൻ. അപ്പോൾ തിങ്കിങ് അല്ല, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് മനസ്സിലാക്കി അപഗ്രഥിക്കുക, തിങ്ക് ചെയ്യാന്ന് നമുക്കതിന് പ്രിപ്പറേഷൻ എന്ന് പറയാം. ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലെവലാണ്. അതായത് നമ്മളൊരു കാര്യം ചിന്തിച്ച് എങ്ങനെ നടപ്പാക്കണം എന്ന് ആലോചിച്ച്, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻക്യുബേഷൻ പീരീഡിൽ നമുക്കത് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല. പക്ഷേ അത് നമ്മുടെ അബോധ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാവും. പക്ഷെ ഇല്യൂമിനേഷൻ എത്തുമ്പോഴാണ് നമ്മൾ അബോധ മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഒരു കാര്യം കത്താന്നൊക്കെ പറയില്ലേ, നമ്മൾ ആലോചിച്ച് വെച്ചതായിരുന്നു, പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് അതിൻ്റെ ഒരു ഐഡിയ കത്തുന്നു. ഈ ഐഡിയ കത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെരിഫിക്കേഷൻ ചെയ്യണം. വെരിഫിക്കേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ പുതിയ ആശയം ശരിയാവോ തെറ്റാവോ എന്നൊക്കെ വെരിഫൈ ചെയ്യുന്നതിനാണ് എന്ത്? വെരിഫിക്കേഷൻ എന്ന് പറയാം. ഇതാണ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ 4 സ്റ്റേജുകൾ. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് വൺ വിച്ച് ഡസ് നോട്ട് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സ് നമുക്കറിയാം ആരുടേതാണിത്? മാസ്ലോ, എബ്രഹാം മാസ്ലോയുടെ നീഡ്സ് നമ്മൾ പഠിച്ചു, ഹൈറാർക്കി ഓഫ് നീഡ്സ്. അപ്പോൾ അതിൽ ബേസിക് ഏതാണ്? ഫുഡ് ആൻഡ് വാട്ടർ. ക്വസ്റ്റ്യൻ ഏതാണ്? വിച്ച് ഡസ് നോട്ട് അല്ലാത്തത് ഏതാണ്? അപ്പോൾ ഫുഡ് ആൻഡ് വാട്ടർ, വാട്ടർ ആൻഡ് റെസ്റ്റ്, ഫുഡ് ആൻഡ് സേഫ്റ്റി, റെസ്റ്റ് ആൻഡ് സേഫ്റ്റി. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫുഡ്, ഞാൻ അതിൻ്റെ ഇത് പറഞ്ഞുതരാം. ഫുഡ്, അതുപോലെ വാട്ടർ, വാംത്ത്, അതുപോലെ റെസ്റ്റ്. തീർച്ചയായും ഇതൊക്കെ എന്താണ്? വളരെ ബേസിക് നീഡ്. രണ്ടാമത്തേലാണ് എന്ത് വരുന്നത്? സേഫ്റ്റി വരുന്നത്. പക്ഷെ നിങ്ങൾ ഓപ്ഷൻ നോക്കൂ, ഓപ്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്, ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ 3 ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സേഫ്റ്റി എന്നുള്ളത് അതിൽ പെടുന്നില്ല. ഏതിൽ? സേഫ്റ്റി. അപ്പോൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കുക. ഏതായാലും ഏതാണ് ബേസിക് നീഡ്സ് വരുന്നത്? ഫുഡ്, വാട്ടർ, വാംത്ത്, റെസ്റ്റ്. ഇതൊക്കെ ബേസിക് നീഡ്സുകളാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ? ഫാദർ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്നത് ഓവിഡ് ഡെക്രോലി. ഓക്കെ. അടുത്ത ചോദ്യം, റൈറ്റിംഗ് ദ ലേണേഴ്സ് റെസ്പോൺസ് ഓൺ ദ ചോക്ക് ബോർഡ് ഈസ് എ സബ് സ്കിൽ. നമ്മൾ പെഡഗോഗിയിൽ പഠിക്കുന്നതാണ് സബ് സ്കില്ലുകൾ. അപ്പോൾ ഇവിടെയുള്ള സബ് സ്കിൽ ഏതാണെന്ന് ചോദിക്കുന്നത്, അതായത് റൈറ്റിംഗ് ദ ലേണേഴ്സ് റെസ്പോൺസ്, കുട്ടികളുടെ പ്രതികരണം നമ്മൾ ബോർഡിൽ എഴുതുന്നു. അത് ഏതിൽപ്പെട്ട? നോൺ വെർബൽ റീഇൻഫോഴ്സ്മെൻറ്റ്, വെർബൽ റീഇൻഫോഴ്സ്മെൻറ്റ്, ക്വസ്റ്റ്യനിങ് സ്കില്ല്, സ്റ്റിമുലസ് വേരിയേഷൻ. ഏതാണ് ഉത്തരം? നോൺ വെർബൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം,
വിച്ച് ആൻസർ ബെസ്റ്റ് ഡിസ്ക്രൈബ് ക്രിയേറ്റീവ് തിങ്കിങ്. നമുക്കൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? പ്രൊഡക്റ്റ് ഓഫ് കൺവേർജന്റ് തിങ്കിങ്, പ്രൊഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്, പ്രൊഡക്റ്റ് ഓഫ് റീസണിങ്, പ്രൊഡക്റ്റ് ഓഫ് മെറ്റാകോഗ്നിറ്റീവ് തോട്ട്സ്. ഏതായിരിക്കും? ഡൈവേർജന്റ് തിങ്കിങ് ആണ് കേട്ടോ. ഡൈവേർജന്റ് തിങ്കിങ് ആണ് ക്രിയേറ്റീവ് തിങ്കിങ്. ഒരു പ്രോബ്ലം സോൾവിങ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം ഏതാണ്? കൺവേർജന്റ് ആണ് കേട്ടോ. പ്രോബ്ലം സോൾവിങ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് ഏറ്റവും ഫലപ്രദമായ ഉത്തരം കണ്ടെത്തുന്ന രീതി. അതെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിന് പല രീതിയിൽ ഈ രീതിയിൽ നമുക്കത് വരയ്ക്കാം. ഇതിനാണ് എന്താ പറയുക? കൺവേർജ്. എന്നാൽ ഡൈവേർജൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അതായത് സാധ്യമായ നിരവധി പരിഹാരങ്ങൾ കണ്ടെത്താനായി സർഗാത്മകമായി ആശയങ്ങൾ സൃഷ്ടിക്കുന്ന ചിന്തക്കാണ് എന്താ പറയുക? ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയാം. അടുത്ത ചോദ്യം. ദ ഓർഗനൈസേഷൻ NCSE സെറ്റപ്പ് ടു ഇംപ്രൂവ് ദ ഡെലിവറി ഓഫ് എഡ്യൂക്കേഷൻ സർവീസസ് ത്രൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സ്റ്റാൻഡ് ഫോർ. അപ്പോൾ എന്താണ് NCSE? ഉത്തരം നാഷണൽ കൗൺസിൽ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം. സെലക്ട് ദ ടേം യൂസ്ഡ് ബൈ ആൽബർട്ട് ബന്ദുര ടു റെഫർ ടു ദ ഓവറോൾ പ്രോസസ് ഓഫ് സോഷ്യൽ ലേണിംഗ്. ആൽബർട്ട് ബന്ദുര തൻ്റെ സോഷ്യൽ ലേണിങ്ങിൻ്റെ ഓവറോൾ പ്രോസസ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ഏത് ടേമാണ് യൂസ് ചെയ്തത്? ഉത്തരം മോഡലിംഗ്. അതായത് എന്താണ് മോഡലിംഗ്? അനുകരിക്കുന്നതിനും സാമൂഹിക ജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനും പ്രേരിപ്പിക്കുന്ന സ്ഥലം. അതിന് നമുക്ക് എന്ത് പറയാം? മോഡലിംഗ് എന്ന് പറയാം. അടുത്തത്. സെലക്ട് ദ ഫോർത്ത് സ്റ്റേജ് ഓഫ് ഗാഗ്നേസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്. ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നാലാമത്തേതാണ്? ഓപ്ഷൻ ഡി ആണ്, വെർബൽ അസോസിയേഷൻ. വെർബൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കൊന്ന് നോക്കാം. ഗാഗ്നയുടെ പുസ്തകമായ കണ്ടീഷൻസ് ഓഫ് ലേണിംഗ്, അതിൽ പറയുന്ന 8 ക്രമീകരണ ശ്രേണിയുണ്ട്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കൺസെപ്റ്റ് ലേണിംഗ്, റൂൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. ഇതിൽ നാലാമത്തേതാണ് വെർബൽ അസോസിയേഷൻ. അപ്പോൾ വെർബൽ അസോസിയേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പദങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നത്, ആശയ ആവിഷ്കാരത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാവുന്നത്, ഭാഷയിലെ ശബ്ദങ്ങളും പദങ്ങളും വാചകങ്ങളും ശരിയായി മനസ്സിലാക്കുന്നു, ഭാഷയെ സമഗ്ര രൂപത്തിൽ കാണാൻ സാധിക്കുന്നു, പഴഞ്ചൊല്ലുകളും ശൈലികളും മനസ്സിലാക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് ഈ സ്റ്റേജിലാണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ? എന്താണ് ഒരു ടീച്ചർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ഇൻ ക്ലാസ്, ടു ബി പങ്ക്ച്വൽ ഇൻ ദ ക്ലാസ്, ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സ്റ്റുഡൻറ്റ്, ടു ബി എ ഗുഡ് ഒറേറ്റർ. അപ്പോൾ ഒരു ടീച്ചർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ടു റിമൂവ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. കുട്ടികളുടെ പ്രശ്നങ്ങൾ ആദ്യം റിമൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ ഡിസിപ്ലിൻ ആവുള്ളൂ, കുട്ടികൾ പങ്ക്ച്വൽ ആവുള്ളൂ, ക്ലാസ്സിൽ നന്നായിട്ട് സംസാരിക്കാനൊക്കെ കഴിയണമെങ്കിൽ ആദ്യം അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരിഹരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.